ഹമാസിന്റെ പേര് പറഞ്ഞ് ഗസയിൽ ഇസ്രായേലിന്റെ കണ്ണില്ലാത്ത ക്രൂരത അരങ്ങേറുന്നതിനിടെ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ ഇസ്രായേലി സർക്കാരിനെതിരെ അരങ്ങേറിയത് പടുകൂറ്റൻ പ്രതിഷേധം. ടെല്ലവീവിലെ ഹമീമ ചത്വരത്തിൽ മാർച്ച് 27 രാത്രി തടിച്ചുകൂടിയ ആയിരങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും സർക്കാരിനുമെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഹമീമ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്യാൻ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുൻ ജനറൽ നൊആം ടിബോനും എത്തിയിരുന്നു. ഗസയ്ക്കെതിരെ IDF തുടരുന്ന ആക്രമണങ്ങൾ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ ജീവനാണ് അപകടത്തിൽപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ നെതന്യാഹു സർക്കാർ ഇത് കാര്യമാക്കുന്നില്ലെന്നും അവർ ബജറ്റ് പാസാക്കുന്ന തിരക്കിലാണെന്നും നൊആം പരിഹസിച്ചു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുൻ പോലീസ് മേധാവി റോണി അൽഷീച്ചും നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ചു. ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്നും നെതന്യാഹുവിനും സർക്കാരിനുമെതിരെ നാഷണൽ റിലീജിയസ് പാർട്ടി അംഗങ്ങൾ രംഗത്ത് വരണമെന്നും റോണി അൽഷീച്ച് ആഹ്വാനം ചെയ്തു. ജുഡീഷ്യൽ നിയമനത്തിൽ രാഷ്ട്രീയ നിയന്ത്രണം കൂടുതൽ സാധ്യമാക്കുന്ന ബിൽ പാസാക്കിയ സാഹചര്യത്തിലും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വൈകിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു ടെല്ലവീവിൽ ആയിരങ്ങൾ ഒത്തുകൂടിയത്. ഇതിനിടെ ഹമാസിന്റെ ബന്ദിയായ മദൻ സാങ്കോക്കറിന്റെ അമ്മ ഐനാവ് സമീപത്തുള്ള ബെജിൻ ഗേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് ഇസ്രായേലികൾ അണിനിരന്നു. ഇതോടെ ഇവരെ നേരിടാൻ കുതിരപ്പുറത്തും അല്ലാതെയുമായി ഇസ്രായേലി പോലീസ് കുതിച്ചെത്തി. നിരവധി പ്രതിഷേധക്കാരെ പോലീസ് തറപറ്റിക്കുകയും ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. 7 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഹമാസ് ബന്ദിയാക്കിയിട്ടുള്ള അമേരിക്കൻ ഇസ്രായേലി പൗരൻ ഇദാൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാമെന്ന വാഗ്ദാനം അമേരിക്ക ഹമാസിന് മുന്നിൽ വച്ചിട്ടുണ്ട്. മധ്യസ്ഥരായ ഖത്തർ മുഖേനയാണ് ഇത്തരമൊരു വാഗ്ദാനം അമേരിക്ക ഹമാസിനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആവശ്യം ഹമാസ് തള്ളി. ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങാതെയും ആക്രമണം അവസാനിപ്പിക്കാതെയും ബന്ദികളെ മോചിപ്പിക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്.